ವಾರಕ್ಕೊಂದ್ಸಲ ರೇಪ್ ಆಗೋಳ್ಗೆ ವ್ಯವಸ್ಥೆ ಇನ್ನೊಂದ್ಸಲ ರೇಪ್ ಫುಲ್ಲಿ വെൽക്കം ടു ചെങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് രൂപാന്തര മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. ആൻഡ് യെസ്റ്റർഡേ ഇറ്റ് വാസ് റിലീസ്ഡ് ആൻഡ് സ്പെഷ്യലി സ്റ്റാറിംഗ് രാജ്വി ഷെട്ടി. ആൻഡ് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒരു ഐ ഫീൽ ഇറ്റ്സ് എ ന്യൂ ഡയറക്ടർ. മിഥിലേഷ് എടവലത്ത് ഡയറക്ടറുടെ പേര് കേൾക്കുമ്പോൾ ഒരു മലയാളി സാന്നിധ്യം പോലെ തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ലൈക്ക് മ്യൂസിക് ഡയറക്ടർ വരുന്നത് മിഥുൻ മുകുന്ദനാണ്. അത് നമുക്ക് രാജ്വി ഷെട്ടിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ നമ്മള് മറ്റേ ടോബി മൂവിയിലും മിഥുൻ മുകുന്ദൻ തന്നെയായിരുന്നു മ്യൂസിക് ഡയറക്ടർ. ആൻഡ് രാജ്വി ഷെട്ടി പ്രസൻസും കൂടിയാണ്. അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസറും. ഇനി അദ്ദേഹം അഭിനയിക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് എഴുതി കാണിച്ചിട്ടില്ല അടിയിൽ. അപ്പൊ അതുകൊണ്ട് നമുക്കറിയില്ല. സോ വി വോണ്ട് ടു സീ ദാറ്റ്. അത് നമുക്ക് കണ്ടതിന് ശേഷം കാര്യം പറയാം അല്ലേ. കണ്ടൊരു ട്രെയിലർ പറഞ്ഞാലോ? അറിയില്ല. റെഡി അല്ലേ? ഫ്രെയിം അങ്ങനെയാണല്ലോ ഓരോന്ന് കഥയാണ്. The final task is about to come. ಏನಿದು ಗೇಮ್? ನಾಳೆ ನಾನು ಬುದ್ಧಿ ಸ್ವಲ್ಪ ಆಗಿರೋದು. ಮೊಬೈಲ್ ಇತ್ತಂದ ഭയങ്കര ದಿವಸ ಸಾಲ ಕೊಡಲ್ಲ. ಈಗ ದೊಡ್ಡದಾಗಿರೋದ್ರಿಂದ ಹೀಗೆ ಕಾಣಿಸ್ತಿರ್ಬೋದು. ನಾನೀಗ ಕೇಳಿ ಕೈಕೋಳಿ ಇಲ್ಲ ಅನ್ನಂಗಿಲ್ಲ. ಮತ್ತೆ ಸಿಟಿ ಕರ್ಕೊಂಡೋಗಿ ವಾರಕ್ಕೊಂದ್ಸಲ ರೇಪ್ ಆಗೋಳ್ಗೆ ವ್ಯವಸ್ಥೆ ಇನ್ನೊಂದ್ಸಲ ರೇಪ್ പുള്ളി ഭയങ്കര കൊറേ റിയലിസ്റ്റിക് ഫ്രെയിംസ് പോലെ തോന്നുന്നു കൊറേ അല്ലേ? ആർട്ട് ഫോം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ಕತೆ ಶುರು ಮಾಡ್ತೀಯಾ ಇಲ್ಲ? ಒಂದಾನೊಂದು ಕಾಲದಲ್ಲಿ he is always releasing different. on 26 July. He is always different അല്ലേ? ഒരു ഫാന്റസി ഫീല്, ഒരു ആർട്ട് ഫീല് എല്ലാം ഉണ്ട്. ഭയങ്കര എല്ലാം ഉണ്ട്. മാസ് ഫീലും ഉണ്ടായിരുന്നു എവിടേക്ക്. മിക്സ്ഡ് ഓഫ് ഓൾ ജോണേഴ്സ് അല്ലെ? എല്ലാ ജോണറിന്റെ ഒരു മിക്സ്ചർ ഇപ്പൊ റീസെന്റ് ലൈക്ക് വി റിയാക്ടഡ് ടു ഡിസേർട്ട് എന്താ പേര്, അവനെ ശ്രീമനാരായണ. ബിക്കോസ് ഇൻ ദാറ്റ് എസ്പെഷ്യലി ഒരു ഫാന്റസി ഫീൽ ഇല്ലേ. ആൻഡ് ദാറ്റ് ഫീൽ ഐ എം ഗെറ്റിംഗ് ഇൻ ദ എൻഡ് ഓൾമോസ്റ്റ്. ലൈക്ക് ആ ഒരു എൻഡില് വെർ ദേ എൻഡഡ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ സീനില്. ദാറ്റ് ഇസ് എ ബിഗിനിങ് സീൻ ഓഫ് അവനെ ശ്രീമനാരായണ. അപ്പൊ ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് പക്ഷെ കീപ്പിംഗ് അപ്പാർട്ട് ദാറ്റ് പെർട്ടിക്കുലർ സീൻ, റെസ്റ്റ് ദ thing is like beauty of the visuals, like tuck perfect cut. And also ആ ഒരു നമ്മൾ പറയില്ലേ, ആ ഒരു ഷോട്ട് ഓരോ ഷോട്ടിലും ഭയങ്കര ഭംഗി കാണാൻ പറ്റുന്നുണ്ട്. ആ ഓരോ ഷോട്ടിലും കാണിച്ചിരിക്കുന്ന ആക്ടേഴ്സ് അവരൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ എവിടെയൊക്കെയോ കണ്ടു മറന്ന പോലത്തെ ഫേസിലുള്ള അല്ലെ, അങ്ങനെ തോന്നിക്കുന്നത്. അത് കുറെ മെയിൻ സ്ട്രീമിലുള്ള കുറെ ആക്ടേഴ്സിന് ഉപയോഗിച്ച പോലെ തോന്നുന്നില്ല. എല്ലാവരും ഭയങ്കര ഒരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം രാജ്വി ഷെട്ടി പിന്നെ ഇങ്ങനത്തെ റോള് വരുന്ന സമയത്ത് ആള് മനസ്സിലാവുന്നും കൂടിയുള്ള ആക്ടർ വരുന്നുണ്ടെന്നുള്ളത് അല്ലെ. വേറൊരു നോർമൽ ആളെ പോലെയാണ്. പക്ഷെ ആ ഒരു ഡെപ്ത് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഐ നോട്ട് ഗെറ്റിംഗ് എക്സാക്ട്ലി എന്താണ് ഒരു ഇസ് ഇറ്റ് അബൌട്ട് ദ സിസ്റ്റം ഓർ ഇസ് ഇറ്റ് അബൌട്ട് സിസ്റ്റത്തിന്റെ, കാരണം റേപ്പിന്റെ പറയുന്നുണ്ട്, പിന്നെ അതുപോലെ ചൈൽഡിന്റെ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഇസ് ഇറ്റ് അഗെയിൻസ്റ്റ് ഓഫ് എനി സിസ്റ്റം ഓഫ് പർട്ടിക്കുലർ പ്ലേസ്, അല്ലെങ്കിൽ ഇസ് ഇറ്റ് അബൌട്ട് ദ
കറണ്ട് സൊസൈറ്റി എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഐ എം നോട്ട് ഗെറ്റിംഗ് എനി ക്ലൂ ബിക്കോസ് എസ്പെഷ്യലി ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന സമയത്ത് വിൽ ബി റിയലി മെസ്മറൈസ്ഡ് വിത്ത് ദ ഓരോ ഷോർട്സും. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഗെസ്സിങ് ഫാക്ടർ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തോ ഇറ്റ്സ് ഇൻവോൾവ്ഡ് എമംഗ്സ് എനിക്ക് തോന്നുന്നു കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരിൽ വരുന്ന ഒരു സംഭവമാണ്. പെർട്ടിക്കുലർലി ആ കിഡിനെ കാണിക്കുന്നുണ്ട് ഒരു നന്നായിട്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ദർ സം സ്റ്റോറി ബിഹൈൻഡ് ഇൻവോൾവിംഗ് ഓർ കണക്ടിങ് വിത്ത് ഓൾ ദിസ് പീപ്പിൾ. അങ്ങനത്തെ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ എനിക്കൊന്ന് സ്റ്റോറി എന്ന് പറയുന്ന കുറച്ചും കൂടി ഒരു കുറെ ക്യാരക്ടേഴ്സിലെ ആ ഒരു പോയിന്റിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റോറി പോകുന്നത് ആ ഒരു രീതിയിൽ. കാരണം അങ്ങനത്തെ മൂവീസ് ഉണ്ടാവാറുണ്ട്, ലൈക്ക് കുറച്ച് സ്റ്റോറീസ് ആയിട്ട് പക്ഷെ എല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അതാവാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്, വേറെ ഒന്നും പിടികിട്ടുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് പെർട്ടിക്കുലർലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്റെ മോനെ ഫ്രം ബിഗിനിങ് ആ ഒരു കാണിച്ച അവിടെ തൊട്ടിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് എൻഡില് പിന്നെ ആണെങ്കിൽ ലൈക്ക് എൻഡില് ദാറ്റ്സ് ഇസ് വാട്ട് എൻഡ് ഓർ ഫീലിംഗ് ലൈക്ക് എ ഫാന്റസി കൈൻഡ്. അപ്പൊ ദാറ്റ് ഗൈ ഈസ് ടെല്ലിങ് എ സ്റ്റോറി. ആ സ്റ്റോറി പറയാണ്, എന്തോ സംഭവം പറയാണ്. അപ്പൊ അതാണ് മനസ്സിലാകാതെ എന്തൊക്കെയോ ഒരു മിക്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ആ ഒരു ആർട്ട് ടച്ച് വല്ലാണ്ട് കാണാൻ പറ്റി ഇൻ ബിറ്റ്വീൻ ആ ഒരു എവിടെയോ ഒരു 1-2 സീനിലൊക്കെ അല്ലെ. അതായത് ആർട്ട് പ്ലസ് കമേഴ്ഷ്യൽ മിക്സ്ചർ ആയിട്ടുള്ള ഒരു സംഭവം. അതായത് പറഞ്ഞത് ഓൾ ജോണേഴ്സ് ആർ മിക്സ്ഡ് അപ്പ് ഹിയർ. സോ അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് പടം വരാമെന്നുള്ള. സോ ഫർദർ നമുക്ക് പടം ഇറങ്ങുമ്പോൾ തന്നെ കാണാം. Like see if you have any clue about it. And we haven't read anything about it and there was no source for that. അപ്പൊ അതുകൊണ്ട് like something extra please comment in our comment box. We'll see another video. Bye bye.